രുചി വിശേഷത്തിലേക്കാണ്. അലുവ ഇഷ്ടമാണോ? അലുവ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ അലുവയെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് ഇന്നലെ നടന്ന സംഭവം ഓർമ്മ വരുന്നു. എങ്കിൽ ആ സംഭവം മാറ്റി നിർത്തിയിട്ടൊരു മധുരതരമായിട്ടുള്ള ഒരു ഇതിലേക്ക് പോവാം. രുചി വൈവിധ്യങ്ങളാൽ സമൃദ്ധമാണ് കോഴിക്കോട്ടെ ഓരോ തെരുവും. നിറത്തിലും മണത്തിലും രുചിയിലും എല്ലാം വ്യത്യസ്തമാകുന്ന നിരവധി വിഭവങ്ങളുണ്ടെങ്കിലും അവയിൽ എന്നും മുൻപന്തിയിലാണ് കോഴിക്കോടൻ ഹൽവ. കോഴിക്കോട് നിന്നും പ്രണയ രാജീവ് തയ്യാറാക്കിയ ഹലുവ വിശേഷത്തിലേക്ക്. മന്തിയും ബിരിയാണിയും ഒന്നുമല്ല കോഴിക്കോടിനെ മനോഹരമാക്കുന്നത്, പകരം ഹലുവയാണ്. ഹലുവ അതെന്നും കോഴിക്കോട്ടുകാർക്കൊരു വികാരമാണ്. കോഴിക്കോട്ടെ രുചിവൈവിധ്യങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മധുര പലഹാരമാണ് ഹലുവ. നിറത്തിലും രുചിയിലും വൈവിധ്യം നൽകി മലയാളികളുടെ മനസ്സും വയറും നിറക്കുകയാണ്. അറബ് നാട്ടിൽ നിന്നും കടൽ കടന്നാണ് ഹലുവ കേരളത്തിലെത്തിയത്. കാലക്രമേണ മലബാറിന്റെ സ്വന്തം രുചിക്കൂട്ടുകൾ കൂടിച്ചേർന്നതോടെ കോഴിക്കോടിന്റെ അടയാളങ്ങളിൽ ഒന്നായി ഹലുവ മാറി. ഡ്രൈ ഫ്രൂട്ട്സ്, കാരക്ക, വീറ്റ് ഹലുവ, ബ്ലാക്ക് ഹലുവ, ടെൻഡർ കോക്കനട്ട് ഹലുവ, മാംഗോ, ജാക്ക് ഫ്രൂട്ട്, അങ്ങനെയുള്ള എല്ലാ സിസ്റ്റം ഉണ്ട്. ഇഷ്ടപ്പെട്ട് വാങ്ങണ ആൾക്കാരെ കൂടുതൽ നോക്കിയിട്ട് നമുക്ക് ഏതാ നോക്കിയിട്ട് അങ്ങനെ വാങ്ങിക്കും. നമ്മളെ തേടി വരുന്ന ഒരു കച്ചവടം, അന്വേഷിച്ചിട്ട് വരുന്ന ഒരു കച്ചവടം. അതുകൊണ്ടുള്ള ആ ഒരു കച്ചവടത്തിന്റെ മുകളിൽ മൈദയും പഞ്ചസാരയുമാണ് ഹലുവയിലെ പ്രധാന ചേരുവകൾ. ഇതിനൊപ്പം കോഴിക്കോടിന്റെ പ്രത്യേക രുചിക്കൂട്ടുകൾ കൂടിച്ചേരുന്നതോടെ കോഴിക്കോടൻ ഹലുവയ്ക്ക് ആവശ്യക്കാരേറും. ഇന്ന് പണിയെടുക്കേണ്ടത് നാളെ ബാംഗ്ലൂരത്തേക്കാണ്. ഒരു 800 കിലോ ഒക്കെ ഉണ്ട്. നാളെ ബാംഗ്ലൂർ ഓർഡർ ഉണ്ട്. പിന്നെ തിരുവനന്തപുരത്തേക്ക് ഉണ്ടാവും, പിന്നെ ഗോവയിലൊക്കെ ഉണ്ടാവും, പിന്നെ അവിടുത്തെ SMസിലൊക്കെ ഡെയിലി ഓർഡർ ഉണ്ടാവും. പക്ഷെ കൊറോണയിൽ ഡെയിലി പണിയുണ്ടാവും. അത്യാവശ്യം ഒരു 2 അടുപ്പിൽ 10-15 ഒരു അടുപ്പിൽ ഡെയിലി പണിയുണ്ടാവും. 30 ചെമ്പ് 2 അടുപ്പിൽ പണിയുണ്ടാവും. മിഠായിത്തെരുവിലും നഗരത്തിലെ വിവിധ കടകളിലുമായി നിറം പകർന്ന ഹലുവകൾ കാഴ്ചക്കാരെയും രുചിപ്രിയരെയും ഒരുപോലെ ആകർഷിക്കുന്നു. മധുരപ്രിയർക്കായി പുതിയ രുചിക്കൂട്ടുകൾ കൂടി ഹലുവയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് വ്യാപാരികൾ. സാഹിത്യ നഗരിയെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കോഴിക്കോട് ഹലുവ പോലുള്ള നിരവധി രുചിക്കൂട്ടുകളാൽ ശ്രദ്ധേയവുമാണ്. ക്യാമറാമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം പ്രണയ രാജീവ്, ജനം, കോഴിക്കോട്.